ലാലേട്ട, ഒരുപാട് നമ്മളിപ്പോൾ ഒരു സിനിമ കഴിഞ്ഞ തവണ മമ്മൂക്കയുടെ ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറഞ്ഞു, കാണാൻ വയ്യ പുറകിലാണ് ലാലേട്ട. ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ലാലേട്ട, മമ്മൂക്ക ഒരു അഭിമുഖത്തിൽ മമ്മൂക്ക പറയുന്നുണ്ടായിരുന്നു, ഒരു കഥ എഴുതുമ്പോൾ എനിക്കായിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, അല്ലെങ്കിൽ എന്നെ കണ്ടിട്ട് ഒരിക്കലും ഒരു കഥ എഴുതരുത്, ആ കഥയിൽ ഒരു കഥാപാത്രമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പം ലാലേട്ടൻ ചെയ്യുന്ന ഓരോ സിനിമകളും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കഥാപാത്രമായി മാറുമ്പോൾ ഉണ്ടാകുന്ന തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിക്കുന്ന മൊമെന്റുകളും അല്ലെങ്കിൽ ബിസിലടിക്കുന്ന രോമാഞ്ചായിട്ട് ഒരുപാട് മൊമെന്റുകളുണ്ട്. ഇപ്പം ഇതിലെ ട്രെയിലർ കാണുമ്പോൾ പോലും നമുക്ക് പഴയ നമ്മുടെ പല സിനിമകളിലെ ലാലേട്ടൻ ചെയ്ത ആക്ഷൻ സീനുകളൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പം ഇതിലെ ഫൈറ്റ് സീനുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ലാലേട്ടൻ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ അതിൽ നേരത്തെ പറഞ്ഞു, ഇതൊരു സാധാരണ സിനിമയായിട്ട് തോന്നിയില്ല. ഇതിൽ ഒരുപാട് ആക്ഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ കാണാത്ത ആക്ഷൻസ് ഉണ്ട്, ലൈക്ക് അതിൻ്റെ പീരിയഡ് ഫിലിമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. അതിനെ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ എനിക്കറിയില്ല. അതിൻ്റെ കണ്ടന്റ് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഋഷഭ എന്നൊരു കഥ എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല, ഒരു കഥയിലേക്ക് അവരെന്നെ ക്ഷണിക്കുകയായിരുന്നു. വി ഹാവ് എ സ്റ്റോറി ലൈക്ക് ദിസ്, ക്യാൻ യു ആക്ട് ലൈക്ക് ദിസ്? ദിസ് സ്റ്റോറി ഈസ് നോട്ട് റിട്ടൺ ഫോർ മോഹൻലാൽ. എനിക്ക് വേണ്ടി എഴുതിയ കഥയല്ല. I think am I right, Nanda? You wrote a story, then you invited me to that film. So he can give more ideas on this.